നമസ്കാരം. ഹോം പിക്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ എളവള്ളി എന്ന് പറഞ്ഞ ഭാഗത്താണുള്ളത്. ഇവിടെ ഒരു 10 സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു 1180 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. 2021 ഏപ്രിലാണ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് വീട് നല്ല മനോഹരമായിട്ടുള്ള ചെയ്തിട്ടുള്ള വീടാണ്. സുരേഷ് സജിനി ദമ്പതികളുടെയാണ് വീട്. അപ്പോൾ ജസ്റ്റ് വെറും ഒരു 17 ലക്ഷം രൂപയ്ക്ക് വീട് മാത്രം ചെയ്തതും അതുപോലെ തന്നെ ഇൻറ്റീരിയറും ഫർണിച്ചറൊക്കെ കൂടിയിട്ട് 20 ലക്ഷം രൂപ മാത്രമാണ് വീടിന് ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ വീടിൻ്റെ ഹോം ടൂറാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഫ്രണ്ട് തേക്കാണ്, കംപ്ലീറ്റ് തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ വേറെ മരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്ത് കയറാം. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ലിവിങ്ങിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ്, സൈഡിലാണ് ലിവിങ് വരുന്നത്. ഈ ഒരു സെറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ടി വി യൂണിറ്റിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. അലുമിനിയം ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റ് കാണിച്ചു കൊടുക്കും. സെറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റിക്ക് ഏകദേശം 21,000 രൂപയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു കോട്ടയാട് പോലെ, പക്ഷേ കോട്ടയാടാണെങ്കിൽ മുകളിൽ ഗ്യാപ്പൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പിൽ ഇവിടെ ചെയ്തേക്കിരിക്കുകയാണ്. പർഗോൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ടോപ്പിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ലൈറ്റ്, ഫാൻസി ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വാൾപേപ്പറാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് സൈഡിലും ഇരിക്കാവുന്ന രീതിയിലുള്ള ഗ്രാനൈറ്റ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ ഡൈനിങ് ആണ് വരുന്നത്. ഒരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. തേക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 21,000 രൂപയാണ് ഈ തേക്കിൻ്റെ ഡൈനിങ് ടേബിളിന് കോസ്റ്റ് വന്നിരിക്കുന്നത്. 6 ചെയറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു GA പൈപ്പിൽ വിൻഡോസിന് പകരം കൊടുത്തേക്കുന്ന, പിന്നെ അതുപോലെ തന്നെ UPVC വിൻഡോസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ്, സിമ്പിളായിട്ടുള്ള കിച്ചൺ, ചെറിയ കിച്ചൺ. അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ തന്നെ ഒരു ഗ്രാനൈറ്റ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പ്ലെയിൻ ഗ്രാനൈറ്റ് ആണ്. ഇതിൻ്റെ ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ACP ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹോബ് ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയയിൽ ഈ ഭാഗത്ത് അടുപ്പ്, സിങ്ക്, ഈ ഭാഗത്ത് വാഷ് ഏരിയ പ്ലസ് കോമൺ ബാത്റൂം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഡൈനിങ്ങിൽ തന്നെയാണ് 2 ബെഡ്റൂം വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോറുകളൊക്കെ സ്കിൻ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഡ്രസ്സിങ് റൂം ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് കോട്ടാണ്. 4 കള്ളി ജനാല അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിങ് ഏരിയ പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. ടൈലിൻ്റെ ആ ഒരു ഡിസൈൻ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണുള്ളത്. ഈ 2 ബെഡ്റൂമാണ് വീട്ടിലുള്ളത്. അതിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. സെയിം ഡോർ തന്നെയാണ്. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. 10-14 സൈസ് വരുന്ന, അല്ലെങ്കിൽ ഒരു 11-14 സൈസ് വരുന്ന വലിയ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിലത്തെ അതേ കോട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ, മേക്കപ്പ് ഏരിയ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് സ്റ്റെയർ റൂമാണ് വരുന്നത്. സ്റ്റെയർ റൂമിൽ മുകളിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. റെഡിമെയ്ഡ് വാഷ് ബേസിനാണ്. അതേപോലെ മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പറാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തം 1100 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ടും 80 സ്ക്വയർ ഫീറ്റ് അങ്ങോട്ട് നമുക്ക് സ്റ്റെയർ റൂമും കൂടിയിട്ട് 1180 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 2021 ഏപ്രിലാണ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിരിക്കുന്നത്. വീടിന് മാത്രം 17 ലക്ഷം രൂപയും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഫർണിച്ചർ എല്ലാം അടക്കം 20 ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലാന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.